ഈ ലഹരി കേസുകളിലെ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ കേരളം ഒരുങ്ങുന്നുണ്ട്. NDPS നിയമപ്രകാരം മറ്റൊരു സംസ്ഥാനത്ത് ഒരു കുറ്റകൃത്യം നടക്കുകയാണെങ്കിൽ ഇടപെടാനാകുന്നില്ല എന്നാണ് കേരളം പറഞ്ഞത്. ബംഗളൂരുവിലെ ലഹരി നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ കഴിയുന്നില്ല. കേരളത്തിലേക്ക് രാസലഹരി എത്തുന്ന പ്രധാന കേന്ദ്രം ബംഗളൂരാണെന്നും കേരളം പറയുന്നുണ്ട്. അപ്പോൾ സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, സുപ്രധാനമായ ഒരു നീക്കം നടത്തുകയാണ് സംസ്ഥാനം. എന്തൊക്കെയാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ? തീർച്ചയായിട്ടും സേതു, ഒരു സുപ്രധാനമായ ഒരു നീക്കമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരും. കാരണം NDPS ആക്ട് പ്രകാരം എടുക്കുന്ന കേസുകളൊന്നും തന്നെ അത് സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണവുമായി പോകാൻ നമ്മുടെ നാട്ടിലെ പോലീസിനോ എക്സൈസിനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ പലതും അതിൻ്റെ ഉറവിടം ബംഗളൂരു, അതേപോലെ തന്നെ പൂനെ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ആണെന്ന് അറിയാമെങ്കിലും ആ സ്ഥലങ്ങളിൽ പോയി പരിശോധിച്ച് അവിടെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല. അതിന് പ്രധാനമായിട്ടും NDPS നിയമം തന്നെയാണ് അതിനൊരു വിലങ്ങുതടിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്റ്റിൽ വലിയ ഭേദഗതി വേണമെന്നാണ് സംസ്ഥാന പോലീസും എക്സൈസും നമ്മുടെ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പ്രകാരമാണ് സംസ്ഥാനം ഇപ്പോൾ കേന്ദ്രത്തോട് ഇത്തരത്തിലുള്ളൊരു ആവശ്യം വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും. NDPS ആക്റ്റിൽ കാര്യമായ ഭേദഗതി വേണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടും. കാരണം പല ഉറവിടങ്ങളും അറിയാമെങ്കിലും അത് സംസ്ഥാനത്തിന് പുറത്തായതുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ തലവേദനയായി നിൽക്കുന്നത്. അതിലൊരു മാറ്റം വരുത്തിയാൽ കൂടുതൽ ലഹരി കേസുകൾ പിടികൂടാൻ കഴിയും. പല ഇടങ്ങളിലും സംസ്ഥാനത്തിലേക്ക് ലഹരി ഒഴുകുന്നതിൻ്റെ ഉറവിടമില്ലാതാക്കാൻ കഴിയും. ഇതൊക്കെ കൃത്യമായിട്ട് പോലീസിനും എക്സൈസിനും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ ചട്ടത്തിൽ ഒരു ഭേദഗതി വേണം, ഈ നിയമത്തിലൊരു മാറ്റം വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. അതിനുവേണ്ടി തന്നെയാണ് കേരളം കേന്ദ്രത്തെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഭേദഗതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ലഹരി മരുന്നിൻ്റെ ഉറവിടം കണ്ടെത്തി ആ ഉറവിടത്തെ ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട മർമ്മസ്ഥാനത്തടിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ഭേദഗതിക്ക് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും സംസ്ഥാനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. സേതു, ശരി സഹിൻ, ലഹരി ഒഴുക്ക് തടയാൻ, ലഹരിയുടെ ഉറവിടം ഇല്ലാതാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.